സരിൻ എന്ന് പറയുന്ന വിപ്ലവ സിംഹത്തെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് ആർ ജെ ആൻഡപ്പൻ ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പച്ചയായ സംസാരം ഓൺ എവറിത്തിങ് ദാറ്റ് മാറ്റേഴ്സ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ഓർക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പാലക്കാട് ഇലക്ഷൻ വന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ചർച്ചകളിലൂടെയാണ് സരിൻ എന്ന് പറയുന്ന ആളെ കുറച്ചുകൂടി ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സീറ്റിനായിട്ട് തന്നെ, അങ്ങനെ നമുക്ക് ബേസിക്കലി വലിയ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് തോന്നുകയുള്ളൂ, സീറ്റിനായിട്ട് എങ്ങോട്ട് പോകുന്നു, അങ്ങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അവരുടെ പാർട്ടി സിമ്പൽ പോലും ഇല്ല, പുള്ളിക്കാരൻ മത്സരിക്കുന്നു, തോക്കുന്നതിന് മുമ്പ് വരേക്കും പുള്ളിയുടെ കുറേ ഡയലോഗ്സ് ഉണ്ട്. ഭയങ്കരമായിട്ടാണ് പുള്ളി ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വിചാരിക്കും എൻ്റെ ഒന്നില്ലെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ ക്രാക്ക് ചെയ്ത മനുഷ്യനല്ലേ, അപ്പോൾ പുള്ളി പറയണതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ട് ഔട്ടോ എന്നുള്ളത്. ഇപ്പം എനിക്കിത് കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളിയുടെ ഈ എലക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളി ആ മുമ്പ് പറഞ്ഞുള്ള കുറേ സാധനമൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതലേ ഞാൻ ഈ ടീച്ചേഴ്സ് പറയുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ഭയങ്കര ബുദ്ധിയുള്ള അവൻ പോയിക്ക് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുമല്ലോ. അത് ഈ എക്സാമിൽ ഫസ്റ്റ് അടിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിവിൽ സർവീസ് എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതോ മാത്രമൊന്നുമല്ല ലൈഫിൽ ഭയങ്കര എന്താ പറയുക, ഒരു ബുദ്ധിബോധം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സരിൻ്റെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പം ഇങ്ങനെയുള്ളവർക്കും പറ്റൂലേ, എമ്മാരി തൊള്ളണം എൻ്റെ ഇഷ്ടമാണ്. പുള്ളി വിട്ടവിടലൊന്നും ഇപ്പം അതൊന്നും അല്ല എൻ്റെ ചർച്ചാ വിഷയമെങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 24-ൽ ജനകീയ കോടതിയിൽ പുള്ളി പോയി ആഷ്മിയുടെ നിന്നും അതുപോലെ തന്നെ പിന്നെയും ഒരു എന്താ പറയുക, ഒരു ഇരയായി പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ പൊളിറ്റിക്സിൽ പുള്ളിക്ക് തോന്നിയതുപോലെ പുള്ളിക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് പോവാം, ഇഷ്ടമുള്ള പാർട്ടി ഫോളോ ചെയ്ത് പോവാം, അതിലൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതുണ്ടെങ്കിലും പുള്ളി പലപ്പോഴും പുള്ളിയുടെ ഭാഗത്ത് മാത്രമാണ് ന്യായം എന്നിങ്ങനെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ പുള്ളി പറയും. ആ പറയുന്ന സമയത്ത് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നവനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ അപ്പുറത്ത് നിൽക്കുന്നവനെ ആക്കിക്കൊണ്ടോ അപ്പുറത്ത് നിൽക്കുന്നവനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ പുള്ളി ഇത് പറയാൻ ശ്രമിക്കുകയുള്ളൂ. ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ ഇതിങ്ങനെ ആണി അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആണി അടിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കും അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ തട്ടാതിരിക്കാൻ. പക്ഷേ ഈ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ആണി അടിക്കുമ്പോഴൊക്കെ പുള്ളി എന്ത് ചെയ്യും, കൈക്കിട്ടാണ് അടി മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുക, അതായത് സ്വയം അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഈ സിവിൽ സർവീസൊക്കെ ക്രാക്ക് ചെയ്ത ആൾക്കാരോടൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് പൊതുവേ നമ്മൾ മലയാളികൾക്കോട്, എസ്പെഷ്യലി കാരണം നമ്മളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ബോധമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ സ്വയമേവേ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് സരിൻ്റെ ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഈ കടന്ന് ന്യായീകരിച്ച് മെഴുകി തൂറാതെ ഇറ്റ്സ് ബെറ്റർ സംടൈംസ് ഒരു ഇച്ചിരി ഒക്കെ മാറി നിന്ന് പൊളിറ്റിക്സിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അതായത് ഈ ചാനൽ ചർച്ചകളും മീഡിയയിൽ ഇരുന്നുള്ള ഛർദ്ദിക്കലും മാത്രമല്ല നമുക്കുള്ള പരിപാടി എന്ന് പറയുന്നത്, അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ സരിൻ അത് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സരിൻ്റെ ചരിത്രം അങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ രീതിയിൽ പണിയെടുത്ത് ശീലമുള്ള ഒരു ആളാണ് എന്നെനിക്ക് തോന്നുന്നില്ല. സിവിൽ സർവീസ് കളഞ്ഞു, ഡോക്ടർ കളഞ്ഞു, അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കാൻ നിന്ന പാർട്ടിയെയും കളഞ്ഞ് പിന്നെ അടുത്ത പാർട്ടിയിലേക്ക് വന്നു. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും പുള്ളി ഏത് പാർട്ടിയിലായിരിക്കും എന്നുള്ള കാര്യമൊക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഈ കിടന്ന് മെഴുകാൻ നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്കും തോന്നും, ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ സിവിൽ സർവീസ്, ഇത്രയൊക്കെ ഉള്ളൂ നിൻ്റെ ഒരു പൊളിറ്റിക്കൽ വീക്ഷണമെന്ന് തോന്നും. എനിക്കപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയണമെന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ചില സമയത്ത് നിന്നൊക്കെ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കണമെങ്കിൽ എടുക്കണം. അത് നല്ലതാണ്. അത് സരിനായാലും ആരായാലും നമ്മുടെ കയ്യിൽ നിന്നൊന്നും പാളി തുടങ്ങി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് പുറത്തുള്ള പണികൾ, കാരണം പൊളിറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈസ് ലൈക്ക് നോട്ട് ദ മീഡിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും പുറത്തുള്ള ജനങ്ങളാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ടതും നമ്മളെ മനസ്സിലാക്കേണ്ടതും ഒക്കെ. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് നമ്മൾ മെഴുകാൻ ഒരുപാട്, അതും നമ്മുടെ സൈഡിൽ ന്യായവും നമ്മൾ പറയുന്ന കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ. സരിൻ ഇപ്പോൾ എന്ത് പറയാൻ വന്നാലും അടുത്ത വിടാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് തോന്നുന്ന രീതിയിലാണ് സരിൻ പലതും പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം സരിനോടുള്ളൊരു റെസ്പെക്റ്റ് ഒരു മനുഷ്യന് ഒരു പൊളിറ്റിക്സിൽ ഇല്ലാത്തൊരു മനുഷ്യൻ. ചിലപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ കമ്മികൾക്ക് എന്നോട് ദേഷ്യം തോന്നാം, തെറി പറയണമെന്ന് തോന്നാം. സ്വാഭാവികമായിട്ട് നിങ്ങൾ തെളിവ് പറഞ്ഞു, എനിക്കതൊന്നും ഒരു വിഷയമല്ല. എൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും എൻ്റെ പൊളിറ്റിക്കൽ ചിന്താഗതി എന്താണെന്നും ഒക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്.
ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ പപ്പയുടെയും അങ്ങോട്ടുള്ള ഫാമിലീസ് കംപ്ലീറ്റ് കോൺഗ്രസ്. എന്നാൽ ഇപ്പം ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത് മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള മേഖലയിലാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നാൽ എൻ്റെ പൊളിറ്റിക്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, എൻ്റെ ചിന്തകൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ സരിൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊരു പാർട്ടിയെ കുറ്റം പറയുകയോ സംഭവങ്ങളൊന്നും അല്ല ഞാൻ ചെയ്തത്. സരിൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. ഞാൻ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ സരിനെന്ന് ചുമ്മാ ട്രോളൊന്ന് അടിച്ചു നോക്കി, എന്തോരം സാധനം, ഭയങ്കര രസമാണ്. ക്രിയേറ്റീവായിട്ട് പുള്ളിയെ ഊക്കി കൊന്നിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ചൊക്കെ മാറി നിന്ന് പുറത്ത് പണിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ഇമേജ് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാലും അതിപ്പോൾ കോൺഗ്രസ് നിന്ന് BJP-യിലേക്ക് ചാടിയാലും BJP-യിൽ നിന്ന് കോൺഗ്രസ്സിലേക്കൊക്കെ ചാടിയാലും സ്വാഭാവികമായിട്ടും ഈ ഐഡിയോളജിയിൽ ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് തന്നെ ഒരു ഓർമ്മയുണ്ട്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജാസ്മിൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ആ ജാസ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ളതിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ തിരുത്തി പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാതെ എന്നെ വിളിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുത്തിയാൽ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ ആ സാധനത്തെ പറ്റി ഒരുപാട് സംസാരിക്കാതെ ഒന്ന് മാറുക, അല്ലെങ്കിൽ അതിൽ നിന്ന് തെറ്റ് മനസ്സിലാക്കി നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. സംടൈംസ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതും ബുദ്ധിപരമായിട്ടുള്ള ഒരു മൂമെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ സരിൻ ഈ വാങ്ങിക്കൂട്ടുന്നത് മുഴുവനും സരിൻ പറഞ്ഞ് ജയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതായത് പറഞ്ഞ് ജയിക്കാനുള്ള കഴിവുണ്ടോ എന്നാ അതും ഇല്ല. താനും പലപ്പോഴും പുള്ളി വേർഡ്സ് തപ്പുന്നുണ്ട്, പല 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 പ്രശ്നങ്ങളും പുള്ളിക്കുണ്ട്. എനിക്ക് തോന്നിയപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കണം തോന്നി. എന്തായാലും നിങ്ങളുടെയും അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അതല്ലാതെ ഈ വിഷയം, ഈ സരിൻ എന്ന് പറയുന്ന സംഭവം, സരിൻ എന്ന് പറയുന്ന സഖാവിൻ്റെ പലപ്പോഴും ഉള്ള മീഡിയയിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളതും കൂടെ താഴെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചിൽ കുപ്പിച്ചില്ലായിട്ടിരിക്കട്ടെ. ഇങ്ങനെയുള്ള വിഷയങ്ങളും സംഭവങ്ങളും നമ്മുടെ ടോക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻറ്റപ്പൻ ടോക്കീസിൽ നിന്നും ആൻറ്റപ്പൻ സൈനിങ് ഓഫ്. താങ്ക് യു.